ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ സമരവും പ്രതിഷേധവും തുടരുന്നു. വിലവർദ്ധനവ് പിൻവലിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാർ വൃത്തങ്ങൾ. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ കുറവുണ്ടാകുമ്പോഴും ഇന്ത്യയിൽ എന്തുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയരുന്നു? ഈ ഉത്തരം കിട്ടാ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് സാമ്പത്തികാര്യ വിദഗ്ധനായ ശ്രീ ഭാസ്കർ രാജ്. ഇന്ത്യയുടെ ആവശ്യമുള്ളതായ ടോട്ടൽ ഓയിൽ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ അത് 25% നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ക്രൂഡ് ഓയിൽ ഉണ്ടാകുന്നുണ്ട്. ബാക്കി 75% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വില നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നമുക്ക് 25% നമുക്ക് ആകുന്നത് ഒരു ബാരലിന് $55 നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. ഇൻ്റർനാഷണൽ പ്രൈസ് 150 ആകുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ പ്രൈസ് മെക്കാനിസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാരലിന് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ $122 ആയിരിക്കും അതിൻ്റെ വില. 150 ആണെങ്കിൽ അപ്പോൾ അത് റീഫൈൻ ചെയ്ത് നമുക്ക് വരുമ്പോൾ ലോക്കൽ മാർക്കറ്റിൽ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35 രൂപയാണ് ഒരു ലിറ്ററിന് വരാവുന്ന മാക്സിമം വില എന്ന് പറയുന്നത്. 35 രൂപ. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. 35 രൂപ അതായത് 150 ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇപ്പോൾ 100 താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 122 എന്നുള്ളത് വീണ്ടും താഴേക്ക് വന്നതിന് ശേഷം 80 82 ആയിട്ട് തീരുമെന്നാണ് ഒരു ബാരലിന് നമുക്ക് വേണ്ടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഈ വില കൂടുന്നതിന് കാരണം ഒരു കാര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ള ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഓയിലാണ്. ഏറ്റവും കൂടുതൽ ടാക്സ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നികുതി വരുമാനം എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. ഇത് വേണ്ടെന്ന് വെക്കുവാനായിട്ട് തയ്യാറല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ സബ്സിഡി ഉള്ളതുകൊണ്ട് ചില വിഭാഗങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സബ്സിഡി ഉണ്ടായിരുന്നത്. ഈ സബ്സിഡി ക്രമേണ ഇല്ലാതാക്കുമെന്നും ഇൻ്റർനാഷണൽ പ്രൈസുമായിട്ട് ലിങ്ക് ചെയ്യുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ ഓയിൽ പ്രൈസ് നിശ്ചയിച്ചിരുന്ന 2 മെക്കാനിസം ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നത് VSP എന്ന് പറഞ്ഞിട്ട് അതായത് വാല്യൂ സ്റ്റോക്ക് പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇമ്പോർട്ടിന് ശേഷം നമുക്ക് ലോക്കൽ ടാക്സ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതെല്ലാം കൂടെ കൂട്ടിയതിന് ശേഷമായിരുന്നു വില നിശ്ചയിച്ചിരുന്നത്. അത് മാറ്റിയതിന് ശേഷം ഇൻ്റർനാഷണൽ പ്രൈസുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ APM എന്ന് പറഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് മെക്കാനിസം വന്നിരുന്നു. ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് മെക്കാനിസം വന്നപ്പോൾ മുതലാണ് ഈ വലിയ അന്തരം ഉണ്ടാകുന്നതും വൻ വില വർധന ഉണ്ടായതിനു ശേഷം. ഇപ്പോഴുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് വീണ്ടും വാല്യൂ സിസ്റ്റത്തിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു കാര്യം തുടരുകയാണ്. ഗവൺമെൻറ്റിന് ഈ നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുവാനായിട്ട് പറ്റുന്നില്ലതാണ്. ഒരു സൈഡിൽ കൂടെ അവർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 500-ലധികം കോടി രൂപയുടെ സബ്സിഡിയാണ് അവർ കൊടുക്കുന്നത് പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ പബ്ലിക് സെക്ടർ ഓയിൽ കമ്പനികൾ നഷ്ടത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ വരുമാനത്തിൽ വലിയ കുറവ് യഥാർത്ഥത്തിൽ കാണുന്നില്ല. ഇതുവരെ പബ്ലിക് ഓഡിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് വരുമാനം കുറവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. തികച്ചും രാഷ്ട്രീയമായ സമീപനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിൽ ഇന്ത്യൻ സർക്കാരിനുള്ളത്. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണത്. ഒരു വശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നികുതി വരുമാനം വേണ്ടെന്ന് വയ്ക്കുവാനായിട്ട് തയ്യാറല്ല. മറ്റൊരു വശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് എന്നുള്ളത് അവർക്ക് അത്ര പ്രശ്നമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 25% ഇന്ത്യക്ക് ആവശ്യമുള്ള 20% ലോക്കൽ പ്രൊഡക്ഷനാണ്. പിന്നീട് പല ഈ കാവേരി ബേസിന്, കൃഷ്ണ ബേസിന് പലപ്പോഴും പ്രൈവറ്റ് റിലയൻസ് പോലുള്ളതായ കമ്പനികൾക്ക് അത് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഓയിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ പബ്ലിക് സെക്ടർ കമ്പനികൾക്ക് ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൻ കുത്തക മുതലാളിമാരും ഗവൺമെൻറ്റുമായിട്ടുള്ള ഒത്തുകളിയാണെന്നുള്ളത് വളരെ പ്രകടമാണെന്നുള്ളതാണ്. ഈ കഴിഞ്ഞിടയിൽ തന്നെയാണ് ഈ വില കുറയാത്തതിൻ്റെ കാരണവും നമ്മൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൈസിൽ ഏതാണ്ട് എത്ര പേര് ഏതാണ്ട് 25% വില കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. $150 നിന്ന് വീണ്ടും 100 താഴേക്ക് എത്തിയപ്പോഴേക്ക് പോലും ആ സമാനമായിട്ടുള്ള ഒരു വിലക്കുറവ് ഉണ്ടാകാത്തതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില തൽപര കക്ഷികളെ സംരക്ഷിക്കാനാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പുതിയ എണ്ണക്കനി കണ്ടെത്തിയെന്ന വാർത്ത വന്നിട്ട് നാളേറെയായി. ഈ സാധ്യതകളും ഇതുവരെ ഉപയോഗപ്പെടുത്താനായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ഓയിൽ എക്സ്പ്ലോറേഷൻ ONGC ഓയിൽ എക്സ്പ്ലോറേഷൻ കൊച്ചിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓഫ് ഷോറിൽ കൊച്ചിൻ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 3000 അടി താഴെ വരെ പോയതിന് ശേഷം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഓയിൽ എക്സ്പ്ലോറേഷൻ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഓയിൽ റിയലൈസേഷൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ അതിൻ്റെ എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട് എവിടെയുണ്ടെന്നുള്ളത്. പക്ഷേ ഓയിൽ റിസർവ്സ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴും കണക്കാക്കിയിരിക്കുന്നത്. കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളെ ഊറ്റിക്കൊണ്ട് സ്വകാര്യ കമ്പനികളെ സഹായിക്കുക എന്ന നിലപാട് കേന്ദ്ര സർക്കാർ തുടരുന്നിടത്തോളം കാലം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതഭാരം ഇന്ത്യൻ സമൂഹം ചുമക്കേണ്ടി വരും എന്ന് സാരം. അവസാനം ആരൊക്കെ ബാക്കിയാവും? CPM ഇനി അലട്ടേണ്ട ചോദ്യം ഇതാണ്. സ്ത്രീപീഡനത്തിന് P. ശശിക്കെതിരെ നടപടി.
മെഡിക്കൽ സീറ്റിന് ലക്ഷങ്ങൾ നൽകിയ ഡിവൈഎഫ്ഐ ട്രഷറർക്കെതിരെ നടപടി. പെൺവാണിഭത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുറത്ത്. തൊട്ടുപിറകെ പെൺവാണിഭം നടത്തിയ തൊഴിലാളി യൂണിയൻ നേതാവും പുറത്ത്. ബാങ്ക് പണം തിരിമറി നടത്തിയ നേതാവിന്റെ മകനും പുറത്ത്. പരിയാരത്ത് തുട്ടുവാങ്ങിയവരൊക്കെ പുറത്ത് എന്ന് VSന്റെ ഗ്വാഗ്വ. അവസാനം ആരുണ്ടാകും അകത്ത് എന്ന ചോദ്യം CPMന് വേവലാതിയാകട്ടെ. ആത്മീയതയുടെ ഒരു ദിനം പ്രവാസികൾക്കായി ഒരുക്കിയിരിക്കുന്നു ചെട്ടികുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി. ഇതപ്രദമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു കുത്തിയോട്ടം നടത്തുന്നത്. കാരണം ആദ്യമായിട്ടാണ് അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണത്. അതിനോടൊപ്പം തന്നെ കഞ്ഞിസദ്യ, ഇവിടെ എല്ലാം നമ്മൾ സദ്യകൾ നടത്താറുണ്ട്, മറ്റേ ഇതൊക്കെ ഇലയിട്ടൊക്കെ ഊണും എടുക്കാറുണ്ട്. ആദ്യമായിട്ടാണ് കഞ്ഞി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. കഞ്ഞി കൊടുക്കുകയാണ്. അതിൻ്റെ അനുകരണമായിട്ട് തന്നെ നമ്മൾ കഞ്ഞിസദ്യയാണ് ഇവിടെ നടത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര അമ്പലത്തിലെ കുത്തിയോട്ടവും അന്നദാനവും ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ ദുബായിൽ ആവിഷ്കരിക്കപ്പെട്ടു. അമ്പലത്തിലെ തന്ത്രി പ്ലാക്കുഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി. ആത്മീയതയുടെ പേരിൽ തട്ടിപ്പുകൾ അരങ്ങേറുന്ന ഈ കാലത്ത് സത്യവും മിഥ്യയും തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകട്ടെ പ്രവാസിക്ക് എന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആശംസിച്ചു. ഈ കാലഘട്ടത്തിൻ്റെ ചില വൈപരീത്യങ്ങളുമുണ്ട്. സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും അതിൽ യാഥാർത്ഥ്യമേത് അല്ലാത്തത് എന്ന് തിരിച്ചറിയുന്നതിന് നമ്മളെ യഥാർത്ഥമായ വഴിക്ക് നയിക്കുന്നതിനും എന്നും വേണ്ടത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. ആ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെയും മാത്രമേ ലഭിക്കുകയുള്ളൂ. UAEയിൽ മറ്റൊരു മലയാളി സംരംഭം കൂടി. ദുബായ് നാസർ സ്ക്വയറിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച വൈറ്റ് ഫോർട്ട് ഹോട്ടൽ മലയാളിക്ക് സുപരിചിതമായ അറേബ്യൻ ജ്വല്ലറിയുടെയും ദുബായ് ആസ്ഥാനമായ ഓറിയൻ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമാണ്. ദുബായിലെ ഗേരയെ സംബന്ധിച്ച് പുതിയ നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരു ഹോട്ടലാണ്. ഇപ്പോൾ ഞങ്ങൾ പുതിയ മാനേജ്മെന്റ് എന്ന രീതിയിൽ പുതിയൊരു ഹോട്ടൽ സംരംഭം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടുകാരെയും സ്വദേശികളെയും വിദേശികളെയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ സംരംഭത്തിൽ ഞങ്ങൾ ഏർപ്പെടുകയാണ്. പൂർണ്ണമായും മദ്യം ഒഴിവാക്കിയ ഈ ഹോട്ടലിൽ 4 പ്രത്യേക റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. 100ഓളം റൂമുകളാണ് ഇവിടെയുള്ളത്. ആദ്യമേ പറഞ്ഞല്ലോ, ഇത് 4 റെസ്റ്റോറൻ്റാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ, അറബിക്, പിന്നെ ചൈനീസ്, കൂടാതെ സൗത്ത് ആഫ്രിക്കൻ റെസ്റ്റോറൻറ്റും. അപ്പം പൊതുവേ നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡേരയെ സംബന്ധിച്ച് കൂടുതലും ആഫ്രിക്കക്കാരാണ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നത്. അവരുടെ സൗകര്യാർത്ഥമാണ് ഒരു റെസ്റ്റോറൻറ്റ് ആഫ്രിക്കനാക്കിയിരിക്കുന്നത്. ഹോട്ടൽ പ്രൊജക്ടിനെ കുറിച്ച് അബ്ദുൾ വഹാബ്, ഷഫീഖ്, മുഹമ്മദ് കൊച്ചുകുഞ്ഞ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഷാർജയിൽ ഒരു മലയാളി വനിതാ സ്ഥാപനം. ഇന്ത്യൻ അസോസിയേഷന് സമീപം ആരംഭിച്ചിരിക്കുന്ന അൽ നജ്മൽ അൽ മുദിയ ലേഡീസ് സലൂണിന് പിന്നിൽ രമ്യ ജോബി എന്ന മലയാളിയാണ്. ശ്രീമതി തങ്കം ജോണിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മാധ്യമപ്രവർത്തകൻ കൂടിയായ ജോബി വാഴപ്പള്ളിയും ചടങ്ങിൽ പങ്കെടുത്തു. ലജ്ജിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ നാളിതുവരെ അഭിമുഖം നൽകിയ എല്ലാവരും ലജ്ജിക്കുക. അപ്രിയ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയ എല്ലാ പ്രശസ്തരും ലജ്ജിക്കുക. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഇപ്പോൾ സ്വന്തം നിലവാരം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ ഏഷ്യാനെറ്റിന്റെ അപ്രിയ ഗാനങ്ങളുമായി വരുന്നത് ഞാനാണ്. എൻ്റെ അപ്രിയ ഗാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നാളെ വൈകുന്നേരം 6:30. ഇതാണിപ്പോൾ മലയാളിയുടെ ആദ്യ സാറ്റലൈറ്റ് ചാനലിന്റെ നിലവാരം, അല്ലെങ്കിൽ ഈ ചാനൽ നയിക്കുന്നവരുടെ നിലവാരം. ലൗഡ് സ്പീക്കർ UAEയിൽ നിന്നുള്ള പ്രവാസിയുടെ ശബ്ദമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 050-110-6364, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക ntvUAE@gmail.com. ലൗഡ് സ്പീക്കറിലൂടെ വീണ്ടും കാണാം.